ഇതൊന്നും കിട്ടാത്ത നീ പൊട്ടിച്ചോളെ. ഇത് സിമ്പിള്. ഇതെന്ന് തെർമോക്കോളാ. ടേസ്റ്റ് ഉണ്ടേ പറവാ. അസ്സലാമു അലൈക്കും. അജ്മൽ സഫിയാണ്. സൺഡേ ആയതുകൊണ്ട് 12 മണി കഴിഞ്ഞ് എണീക്കാം. വീടിന്റെ പുറത്താണെങ്കിൽ മാങ്ങ പറിക്കാൻ വേണ്ടി പിള്ളേർ പെടാപ്പാട് വിടുകയാണ്. ഇതെന്റെ ഉമ്മ നട്ട മാവാന്ന് കേട്ടോ. മാങ്ങ സീസൺ ആകുമ്പോൾ ഇതിൽ നല്ലോണം മാങ്ങ പിടിക്കും. അപ്പോൾ പിള്ളേർ ഈ കഷ്ടപ്പെടുന്നതൊക്കെ കണ്ട് ഞാൻ ഒന്ന് ഹെൽപ്പാക്കാന്ന് വെച്ച് മുന്നിട്ട് ഇറങ്ങിയതാണ്. ഒരു 10-15 പ്രാവശ്യം എറിഞ്ഞുകൊണ്ട് അതിൽ 2-3 കൊണ്ടതുകൊണ്ട് മാഷാ അല്ലാ ഒരു 4-5 മാങ്ങ കിട്ടി എനിക്ക്. അതും പഴുത്തത്. എന്തായാലും 4-5 കിട്ടിയില്ലേ. മാങ്ങ വെച്ച് എന്തെങ്കിലും ചെയ്യണം എന്ന് ആലോചിച്ചിരുന്നു. മാങ്ങ വെച്ച് എനിക്കറിയാവുന്ന ഏക ഐറ്റം അത് കഴിക്കലാണ്. ഞാൻ വേഗം പോയിട്ട് എൻ്റെ പുന്നാരിത്താനോട് സജഷൻ ചോദിച്ചു. ഏത്? ഫർസാന. സ്വന്തമായിട്ട് യൂട്യൂബ് കുക്കിംഗ് ചാനലൊക്കെ ഉള്ള ആളല്ലേ. അപ്പോൾ ഓളാ പറഞ്ഞ മാംഗോ വെച്ചിട്ട് പുഡിങ് ചെയ്യാം. നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് വിട്ട് അവിടെ പോയിട്ട് കുറച്ച് ലിസ്റ്റോള് തന്നതുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി. പോരയിലെത്തി വാങ്ങിയ സാധനങ്ങളൊക്കെ കൊടുത്തപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ട്രാപ്പാന്ന്. ഞാൻ വാങ്ങിയ സാധനം എനക്കെന്നെ തന്നിട്ട് പറഞ്ഞു ഞാൻ ഇൻസ്ട്രക്ഷൻ മാത്രമേ തരുള്ളൂ, പണി മൊത്തം നീ എടുക്കണം. അവസാനം ബംഗാളികളൊക്കെ പണിയെടുപ്പിക്കുന്ന പോലെ ഓൾ എന്നെ കൊണ്ട് പറഞ്ഞ് പണിയെടുപ്പിക്കാൻ തുടങ്ങി. ബട്ട് ഞാനിതൊരു ചാലഞ്ചായിട്ടാട്ടോ ഏറ്റെടുത്തത്. ഇല്ലെങ്കിൽ പിള്ളേർ എന്നെ കൊല്ലും. ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ നന്നായിട്ട് സ്ലൈസ് ആക്കിയിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റുക. ഈ ബൗളിലേക്ക് മാറ്റിയതെടുത്തിട്ട് ഒരു മിക്സറിലിട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഈ ആദ്യത്തെ ഘട്ടമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻ്റ് ആയി. ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത്. ഞാൻ അവളോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, എനിക്ക് അറിയുന്നത് എങ്ങനെയാണ് അത് അങ്ങനെ തന്നെ പറയും, ഞാൻ എൻ്റെ മൈൻഡിൽ സ്റ്റോർ ചെയ്തിട്ട് അതുപോലെ ഞാൻ ചെയ്തോളാം. ഈ എല്ലും മനസ്സിലായ പോലെ ഇരുത്തം മാത്രമേ ഉള്ളൂ കേട്ടോ. ആക്ച്വലി എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ഓരോ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഞാൻ അവളോട് ചോദിച്ചുകൊണ്ടിരിക്കും എന്താണ് അടുത്ത് ചെയ്യേണ്ടത്. അപ്പം നെക്സ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 പാക്കറ്റ് പാൽ ഒഴിക്കുക. ഇപ്പം നമ്മ ഒഴിച്ച പാലില്ലേ, ആ പാലിലേക്ക് 1 കപ്പ് ഷുഗർ ഇടുക. ഈ ഷുഗറിൻ്റെ കൂടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എനിക്ക് ഈ മിൽക്ക് മെയ്ഡിൻ്റെ ഓപ്പണർ വലിച്ചപ്പോൾ മനസ്സിലായി. ഡെയിലി 2 നേരം മാത്രം ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇത്താത്ത സിമ്പിളായിട്ട് ഇത് വലിച്ചെടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കിച്ചണിൽ സ്കോർ ചെയ്യാൻ നല്ല പാടാണ്. വീടിൻ്റെ പുറത്തുനിന്ന് മാത്രമല്ല വീടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ സ്വന്തം കിച്ചണിൽ നിന്ന് പോലും നമുക്ക് ഒരുപാട് തിരിച്ചറിവുകളുണ്ടാവും. അതിലൊന്നാണിത്. മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഈ പാലിലേക്ക് നേരത്തെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ച മാംഗോ ഇല്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മിക്സ് ചെയ്തായിട്ട് എടുത്തിട്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്യാം. ഈ കുക്ക് ചെയ്യുന്ന ടൈം നമ്മൾ വെറുതെ ഇരിക്കണ്ടല്ലോ, അതിനാണ് ഈ തെർമോക്കോൾ അല്ല കേട്ടോ, ഇതാണ് ചൈന ഗ്രാസ്. ഇതെന്ന് തെർമോക്കോളാ. വേറൊരു പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ചൈന ഗ്രാസ് അതിലിട്ടിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഈ കഷ്ടപ്പാടൊക്കെ കണ്ട് ഫൈനലി എൻ്റെ ഇത്താത്ത തന്നെ പറഞ്ഞു ഞാനും കൂടെ നീന് വെറുതെ കൊളാക്കണ്ട. സോ ഞാൻ ഓളെയും കൂടി ജോയിൻ ചെയ്യിപ്പിച്ചു. ഞാനാണെങ്കിൽ ബാക്ക് ഡോർ കൂടി ഇറങ്ങി ഓടിയാലോ എന്ന് വരെ വിചാരിച്ചു. ഈ ചൂട് കാലാവസ്ഥയിൽ കിച്ചണിൽ ഈ ചൂടത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ ചെറിയ പണിയൊന്നും അല്ലാതെ. നമ്മുടെ ഉമ്മാമാരും പെങ്ങന്മാരൊക്കെ ലൈഫിലുള്ളത് എത്ര വലിയ ബ്ലെസ്സിങ്സ് ആണെന്ന് ഇങ്ങനെയുള്ള മൊമെൻറ്റ്സിൽ നമുക്ക് മനസ്സിലാവാം. അപ്പോൾ നേരത്തെ നമ്മൾ മിക്സാക്കി ബോയിൽ ചെയ്യാൻ വെച്ച ഐറ്റവും ഈ മെൽറ്റ് ചെയ്ത ചൈന ഗ്രാസും കൂടി ഒന്നിച്ച് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ഇത്താത്ത എന്നോട് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 10 മിനിറ്റോളം നീ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, നിർത്താനേ പാടില്ലാന്ന്. മുൻവൈരാഗ്യം തീർത്തതായിരിക്കും മേ ബി, ബട്ട് നമുക്ക് ഔട്ട്പുട്ട് ആണല്ലോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു ട്രേയിലേക്ക് മാറ്റി ഫ്രീസറിൽ വെച്ച് ഒരു 1 അവർ കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ റെഡിയാവുന്നതാണ് ഇത്താത്ത എന്നോട് പറഞ്ഞത്. പുഡിങ്ങിൽ എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു എന്താണ് സംഭവിക്കാന്ന് അറിയാൻ. നോമ്പ് കാലത്ത് ബാങ്ക് കൊടുക്കാനുള്ള ലാസ്റ്റ് മണിക്കൂറിലുണ്ടാകുന്ന സെയിം അവസ്ഥ. ഒരു 4-5 വട്ടം വെറുതെ ഫ്രീസറിൽ തലയിട്ട് നോക്കി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് വാക്ക് കൊടുത്തതാണ്, അവർക്ക് ഞാൻ പ്രോമിസ് ചെയ്തതാണ്. അപ്പോൾ ഒരു 1 അവറൊക്കെ കഴിഞ്ഞപ്പോൾ സംഗതി റെഡി ആയിട്ടോ. കുക്കിംഗ് എൻ്റെ ഒരു ഹോബിയൊന്നുമില്ല, എനിക്ക് കുക്ക് ചെയ്യാനും അറിയില്ല. ബട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫുഡ് മറ്റൊരാളെ കഴിപ്പിക്കുമ്പോൾ അപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസാണ്. ഒരു ബൗൾ എടുത്ത് നേരെ അതിലേക്ക് കുറച്ച് മാറ്റി പിള്ളേർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. കുട്ടികളെ ഫേസ് നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്തേ. ബട്ട് എന്തൊക്കെയായാലും ഞാൻ ഹാപ്പിയാണ്. അൽഹംദുലില്ലാ, ഹൈർ.